ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ലോങ് വീഡിയോ ആക്കി ഇടണമെന്നാണ് വിചാരിച്ചതെന്ന്. പക്ഷേ ഇന്നലത്തെ എഫക്റ്റ് ഇപ്പോഴും ശരിക്കും അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒറ്റ വാക്കിൻ്റെ പുറത്താണ് രാവിലെ വീഡിയോ ഇട്ടതും ഇപ്പോൾ വീഡിയോ ഇടുന്നതും. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ എപ്പിസോഡ് ഇന്ന് രാവിലെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് സാധാരണ നമ്മൾ ഇടാത്ത ടൈമാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ മറക്കരുത്. അത് കണ്ടതിന് ശേഷം ഇത് വന്ന് കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. ഇപ്പോൾ തന്നെ ലൈക്കും ചെയ്തു. പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് മറന്നു പോകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സമയം 4 മണി. അക്കാഡമി ഡെപ്യൂട്ടി ഓഫീസാണ് നമ്മൾ കാണിക്കണത്. ഇതിപ്പോൾ ഏകദേശം 4 മണിക്കൂറേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേനും എങ്ങനെയാണ് അവൻ്റെ എനർജി ഇത്രത്തോളം സ്ട്രോങ്ങർ ആയത്? ഇതെന്താണ് ഈ ഫിനോമിന? അവൻ്റെ എനർജിയിൽ അവന് ഗ്രേറ്റ് കൺട്രോൾ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ സമയം തന്നെ അവൻ്റെ അടുത്തുനിന്നൊരു ഡിമോണിക് പ്രസൻസും എനിക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ പ്രൊഫസർ ഹോ പറഞ്ഞത് ശരിയായിരിക്കും. ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊക്കെ ശരിക്കും ഒരു ഓൾഡ് മിത്താണെന്നാ. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീൽഡ് ഡിമോണിക് ചാമ്പറിൽ ഒരു ഹിഡൻ ഡീമൺ ഉണ്ട്. അതിനെ വൃത്തിയായിട്ടുള്ള ആൾക്ക് മാത്രമേ അറ്റാക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഫസ്റ്റ് ആ സ്വോർഡ് ടെക്നിക്ക്, ഇപ്പോൾ ഇതാ ഡിമോണിക് എനർജി അവൻ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അവൻ ഡെപ്യൂട്ടി ലീ, ഓക്കെ, എന്നോട് ക്ഷമിക്കണം ക്യാപ്റ്റൻ ചിയോൺ. ആക്ച്വലി ഇപ്പോൾ അത് വാർഡൻ ചിയോണാണല്ലേ. 5th എക്സാമിനേഷൻ പാസ്സായതിൽ കൺഗ്രാജുലേഷൻസ്. നമ്മുടെ കൾട്ടിൽ ഒരു ട്രൂ മാർഷൽ ആർട്സ് മാസ്റ്ററായിട്ട് നീ ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇത് നിനക്കുള്ളതാ. താങ്ക് യു. എന്താ ഇത്? ഇത് ഡാർക്ക് അയൺ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡാഗറാണ്. നമ്മുടെ കൾട്ടിൽ വാർഡനാവുന്ന എല്ലാവർക്കും ഇത് ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. ഓ, ഇതിൽ എഴുതിയിരിക്കുന്ന ഡിമോണിക് വാരിയർ കൾട്ട് എന്നാണല്ലോ. ഈ എഴുതിയെന്ന് ഒരു സ്വോർഡ് എനർജി റേഡിയേറ്റ് ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇത് ഒരു സാധാരണ ആളല്ല എഴുതിയിട്ടുള്ളത്, ഒരു ട്രൂ സ്വോർഡ് മാസ്റ്ററാണ്. ആ എഴുത്ത് നമ്മുടെ പാട്രിയാർക്ക് പേഴ്സണലി ചെയ്തതാണ്. നമ്മുടെ കൾട്ടിലെ വാർഡൻസിനൊക്കെ ഒരു ഹോണർ എന്ന നിലയ്ക്ക് കൊടുക്കുന്നൊരു ഗിഫ്റ്റാണത്. എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഈ വേസ്റ്റ് ഞാൻ ഇപ്പം തന്നെ വലിച്ചെറിയുമായിരുന്നു. പക്ഷേ എല്ലാവരും ഇപ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തൽക്കാലത്തിനൊന്ന് പേഷ്യൻ്റായി നിൽക്കുക. ശരി, അങ്ങനെയെങ്കിൽ അടുത്തതായി എനിക്ക് 6th എക്സാമിനേഷനെ കുറിച്ച് അറിയണമെന്നുണ്ട്. അത് കേട്ടപ്പോഴത്തേന് അവിടെ ഉണ്ടായിരുന്ന പ്രൊഫസർ ഹോയും ബാക്കിയുള്ള പ്രൊഫസർമാരും എല്ലാവരും ഒന്ന് ഞെട്ടി. സർ ലീ യോവുണ്ണെ ഒന്നിങ്ങനെ നോക്കി. ഓ, അതിനെന്താ, നീ 6th എക്സാമിനേഷന് വേണ്ടതിനേക്കാളും കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ടല്ലോ വാർഡൻ ചിയോൺ. 6th എക്സാമിനേഷന് വേണ്ടത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ജെനസിസ് മാസ്റ്റർ ലെവലിൽ എത്തുക എന്നുള്ളതാണ്. ഇത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കുന്നത് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. 70 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ എക്സാമിനേഷന് ആകെ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ഇവൻ മാത്രമാണ്. 6th എക്സാമിനേഷന് നമ്മുടെ കൾട്ടിലെ 1 ഓഫ് ദ 12 എൽഡേഴ്സിൽ ഒരാളെ നിങ്ങൾ ചലഞ്ച് ചെയ്യണം. നിങ്ങൾക്കറിയാലോ, അവരാണ് നമ്മുടെ കൾട്ടത്തെ ഗ്രേറ്റസ്റ്റ് മാർഷൽ ആർട്സ് മാസ്റ്റർമാർ. അത് കേട്ടപ്പോൾ യോപ്പൂണൊന്ന് ഞെട്ടി. ഏതെങ്കിലും സ്പെസിഫിക് എൽഡർമാരൊപ്പം ചലഞ്ച് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ നമ്മളെ കാണിക്കുന്നത് മാനുവൽ ലൈബ്രറിയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല 6th എക്സാമിനേഷന് 12 എൽഡേഴ്സിൽ ഒരാളെ തോൽപ്പിക്കുക എന്നുള്ളതാണെന്ന്. പക്ഷേ എന്തൊക്കെയായാലും ഈ അക്കാഡമിയിൽ നിന്ന് ഞാൻ ഇറങ്ങി അടുത്ത മൊമെൻറ്റിൽ തന്നെ ഞാൻ ആ 6 സെക്റ്റുകാരൊപ്പം ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവരിലത്തെ ഏതെങ്കിലും ഒരു ഹെഡ് ലീഡറിനെ നേരത്തെ തന്നെ ഇപ്പോൾ എനിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പോസിബിളായിട്ടുള്ള നേട്ടങ്ങളും ലോസും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ആ 6 സെക്റ്റുകാരെ ഇല്ലാതാക്കാൻ എനിക്ക് ഏറ്റവും നല്ല മാർഗം ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടത്തെ ഫൈനൽ കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോം മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നോക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നത് സർ ലീനയാണ്. അവനിപ്പോൾ ശരിക്കും മെച്യൂർഡ് ആയിട്ടുണ്ട്. എനിക്കുറപ്പാണ് അവൻ എന്തായാലും പോയിസൺ സെക്റ്റത്തെ ചീഫിനെ അവൻ തിരഞ്ഞെടുക്കുക. കാരണം അവൻ്റെ അമ്മ ലേഡി യോൺഹയുടെ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധമുള്ളത് അവർക്കാണ്. ഫൈനൽ ആൻസർ തരുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ടൈം എടുത്ത് ആലോചിക്കുന്നതിന് കുഴപ്പമുണ്ടോ? അവന് അവൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റിൻ്റെ അടുത്ത് പ്രതികാരം വിട്ട പബ്ലിക്കലി ഒരു ചാൻസ് കിട്ടി. എന്നിട്ടും അവന് ചിന്തിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും ഒരു പേഴ്സണലായിട്ടുള്ള പ്രതികാരത്തിൻ്റെ പേരിൽ പോയിസൺ സെക്റ്റത്തെ ചീഫിനെ ചലഞ്ച് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിനക്ക് ഈ അക്കാഡമിയിൽ 4 വർഷത്തെ പ്രൊട്ടക്ഷൻ ഏകദേശം തീരാൻ പോവുകയാണ്. നിന്നെ കൊല്ലാൻ വേണ്ടി ആ 6 സെക്റ്റുകാർ ആദ്യം തന്നെ നിൻ്റെ അടുത്തേക്ക് വന്നേക്കാം.
അങ്ങനെ ഒരു സമയം വന്നു കഴിഞ്ഞാൽ ഈ കൾട്ട് ഒരു വീഷ്യസ് ബ്ലഡ് ബാത്തിലാവും അവസാനിക്കുക. പിന്നെ നമ്മളെ കാണിക്കുന്നത് മാനുവൽ ലൈബ്രറിയത്തെ 5th ഫ്ലോറാണ്. ഇവിടെ ആകെ 20 മാനുവൽസ് മാത്രമേ ഉള്ളൂ. പിന്നെ നോക്കുമ്പോൾ നമുക്ക് പണ്ട് സർ സിയോ മാങ് യോവിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ശരിക്കും പറഞ്ഞാൽ നീ എന്നോട് താങ്ക്സ് പറയണം. നീ ഇപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നത് 4th ഫ്ലോറത്തെയും 5th ഫ്ലോറത്തെയും മാർഷൽ ആർട്സ് ടെക്നിക്കാണ്. സർ സിയോ മാങ് പറഞ്ഞ പോലെ അതിവിടെ 5th ഫ്ലോറിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വോളിയം എനിക്ക് സ്കാനിങ്ങിൽ നിന്ന് ഒഴിവാക്കാം. അങ്ങനെ ഫൈനലി ഞാൻ കാത്തിരുന്ന നിമിഷം എത്തി. ഇതാണ് ഡിമോണിക് ലോഡിൻ്റെ സോർഡ് ആർട്ട് ദ ഫൈനൽ ഫോം. ഞാനോ ഈ ഫ്രണ്ട് സൈഡിലുള്ള പോയമൊക്കെ സ്കാൻ ചെയ്ത് ആദ്യത്തെ കീ സർക്കുലേഷൻ ടെക്നിക്കൊക്കെ അനലൈസ് ചെയ്യുക. ഓക്കെ, പിന്നെ നോക്കുമ്പോൾ യോണ് ബേക്കൊക്കെ ഇങ്ങനെ നടന്നു. ഇങ്ങനെ വരെ ഒരു സാധ്യതയില്ല. ഇവിടെ ഒരു സ്വാഡ് മാർക്ക് പോലും ഇല്ലല്ലോ. ഇതെന്താ ഇവിടെ ഒന്നുമില്ലാത്ത? ഡിമോണിക് ലോഡ് സ്വാഡ് മാർക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ അൾട്ടിമേറ്റ് കൗണ്ടർ ടെക്നിക്കും ഇല്ല. ഞാനോ ഇവിടെ ഒരു ട്രൈസസും ഇല്ലേ? ഒരു പേഴ്സൺ ഒരു സ്വാഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോണിൽ. ആക്ടിവേറ്റിംഗ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ഒരു ചെറിയൊരു ഓട്ട. ഞാനൊന്ന് സൂം ചെയ്ത് കൊടുത്തു. വെയിറ്റ്, ഈ ഹോള് വൺ ഓഫ് ദ കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോമാണോ ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടത്തെ? ഇങ്ങനെ ഒരു ഫോം പെർഫോം ചെയ്യുന്നതൊക്കെ പോസിബിളാണോ? ഹോൾഡ് ഓൺ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് മറ്റേ സൈഡിലുണ്ടെന്നാണോ? ഇവിടെ ഈ പോയം എഴുതിയ കാരണം എനിക്കത് നോട്ടീസ് ചെയ്യാനേ പറ്റിയില്ല. പക്ഷേ ഈ ഹോളാണെങ്കിൽ ഈ സൈഡിലോട്ടും വന്നിട്ടുണ്ടല്ലോ. ഇതെങ്ങനെ പോസിബിളാവണ്? ഈ ഹോൾ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം കുറേ പവർ യൂസ് ചെയ്തതായിട്ടൊന്നും തോന്നുന്നില്ല. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷീർ എനർജി ഈ ഫോമിലോട്ട് ഫോക്കസ് ചെയ്ത് ഇത് പെർഫോം ചെയ്യുന്നതിന് മുന്നേ തന്നെ സംഭവിച്ചതാവും ഇത്. അദ്ദേഹം കൂടുതൽ എനർജി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സ്റ്റോണ് കംപ്ലീറ്റ്ലി നശിച്ചു പോയേനെ. ഇവിടെ കൗണ്ടർ ടെക്നിക്കിൻ്റെ ഒരു ട്രേസസും ഇല്ലാത്തതിന് കാരണം അവരാരും ഡിമോണിക് ലോഡിൻ്റെ സോഡായിട്ട് കണ്ടുപിടിക്കാത്തതാണ്. ഓർഡിനറി സോഡ് ടെക്നിക്കിനെ കൊണ്ട് ഇത് കൗണ്ടർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നമ്മുടെ ഡിമോണിക് ലോഡിന് അദ്ദേഹത്തിൻ്റെ അവസാന വർഷത്തിലായിട്ട് സ്വാഡിനെ കുറിച്ചുള്ള സീക്രട്ട് അവേക്കനിങ് കിട്ടിയിട്ടുണ്ട്. ആ സ്വാഡിനെ പീസ് ബൈ പീസായിട്ട് വേർതിരിക്കുകയല്ല ചെയ്ത്, മറിച്ച് അതിനെ ഒന്നായി ഒരുമിപ്പിക്കുകയാണ് ചെയ്തത്. അതായിരുന്നു സ്വാഡ് ആർട്ടിന് പിന്നിലുള്ള ഉദ്ദേശവും. ഈ സ്വാഡിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം തന്നെ ഇച്ഛാശക്തിയാണ്. അതാണ് അവനെ സ്വാഡ് വീൽഡ് ചെയ്യാൻ പ്രാപ്തനാക്കുന്നത്. എല്ലാത്തിനെയും ഒരുമിപ്പിച്ച് ഒന്നാക്കാൻ വേണ്ടി നോക്കുമ്പോൾ യോവൂണും മെഡിറ്റേഷൻ ചെയ്യാൻ ആരംഭിച്ചു. ആദ്യം നോക്കുമ്പോൾ അവിടെ ചെറിയ രീതിക്ക് ഇങ്ങനെ കാറ്റ് വരാൻ തുടങ്ങി. പിന്നെ നോക്കുമ്പോൾ അത് ഭയങ്കര വലുതായിട്ട് മാറിയ കാറ്റ്. അതുകൊണ്ട് തന്നെ ആ മാനുവൽ ലൈബ്രറിയിലത്തെ ബുക്കുകളൊക്കെ അത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. വാർഡൻ ജിയോൺ, നിങ്ങൾ ഓക്കെ അല്ലേ? അത് ചോദിച്ചു വന്ന ആ പ്രൊഫസർ അത് കണ്ടിട്ട് ഞെട്ടി. ഇവിടെ എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് സേഫ് ഗാർഡ് ഫോർമേഷൻ അല്ലേ? ഇത് 5 എനർജൈസിൻ്റെയും യൂണിഫിക്കേഷൻ ആവും. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇതെനിക്ക് നേരിട്ട് കാണാൻ കഴിയുന്നു. ഒരാൾ ജനസിസ് മാസ്റ്റർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ ഹെവൻ്റെയും എർത്തിൻ്റെയും ഹ്യൂമൻ്റെയും ഒക്കെ എനർജി ഒരുമിപ്പിക്കും. എന്നിട്ട് അത് വെച്ച് അവൻ്റെ ബോഡിത്തെ ഇമ്പ്യൂരിറ്റീസിനെ ക്ലെൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവൻ പ്യുവർ എനർജി സ്റ്റേറ്റ് അച്ചീവ് ചെയ്യും. എന്തൊക്കെയായാലും ഈ ഒരു സ്റ്റേറ്റിൽ എത്തുക എന്നുള്ളത് ഒരു ജനസിസ് മാസ്റ്ററിൻ്റെ ഹാഫ് ദ ബാറ്റിൽ മാത്രമാണ്. ഒരാൾ ഈ 5 എനർജിയും അവൻ്റെ ബോഡിയിൽ യൂണിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവൻ അൾട്ടിമേറ്റ് ജനസിസ് മാസ്റ്റർ ലെവലിൽ എത്തുന്നതാണ്. യോണ് അപ്പോഴും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നോക്കുമ്പോൾ അവൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ വിള്ളൽ വരുന്നത് നമുക്കിങ്ങനെ കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് ആ പ്രൊഫസർമാർക്കും തന്നെ എന്താ സംഭവിക്കണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ ഫിസിക്കൽ റീസ്റ്റോറേഷനല്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത്. പിന്നെ നോക്കുമ്പോൾ അവിടെ കാറ്റ് ഭയങ്കര ശക്തിയിൽ വരാൻ തുടങ്ങി. പെട്ടെന്ന് നോക്കുമ്പോൾ അതൊക്കെ ശാന്തമായി മാറി. ഒരു മിനിറ്റ് മുമ്പ് അവൻ ഭയങ്കര പവർഫുള്ളായിട്ട് എനർജി വരെ അവൻ്റെ ബോഡിയിൽ നിന്ന് റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു തരി എനർജി പോലും എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നില്ല. കണ്ടിട്ട് അവനവൻ്റെ ബോഡിയിൽ പെർഫെക്റ്റായിട്ട് തന്നെ ആ എനർജിയൊക്കെ സെറ്റിൽ ചെയ്തു എന്നാണ് തോന്നുന്നത്. ഡെപ്യൂട്ടിക്ക് പോലും വാർഡൻ ജിയോണിൻ്റെ എനർജി ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. നിങ്ങളുടെ ഈ അച്ചീവ്മെൻറ്റിൽ കൺഗ്രാജുലേഷൻസ് വാർഡൻ ജിയോൺ. അത് എനിക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഞാൻ അൾട്ടിമേറ്റ് ജനസിസ് മാസ്റ്റർ ലെവലിലെത്തി. ഇത് ആദ്യമായിട്ടാണ്
ഒരു ടെക്നിക്ക് എൻ്റെ ബ്രെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാതെ തന്നെ എനിക്ക് അവേക്കനിങ് കിട്ടുന്നത്. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നപ്പോൾ നിങ്ങൾ 3 പേരുമാണ് സേഫ് ഗാർഡ് ഫോർമേഷൻ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. എന്തായാലും താങ്ക് യു. അപ്പോഴാണ് യോവൂൺ ആ ലൈബ്രറിയുടെ അവസ്ഥ ഒന്ന് നോക്കണ്. ബുക്ക് മൊത്തം താഴെ വീണ് കിടക്കുക. എന്നോട് ക്ഷമിക്കണം, ഈ മൊത്തം ലൈബ്രറി ഞാൻ കാരണം നാശമായി പോയി. ഏയ് അത് കുഴപ്പമില്ല, ഒരു ചെറിയ മെസ്സൊന്നും കുഴപ്പമില്ല, പ്രത്യേകിച്ച് നിങ്ങൾ ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ് നേടിയതല്ലേ. എടാ ആ മാനുവൽസൊക്കെ ശ്രദ്ധിച്ചെടുത്ത് വെക്കടാ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ. അറ്റ് എ ടൈം അയാൾ അന്യനെയും അമ്പിനെയും പോയ 2 വർത്താനം പറഞ്ഞു. ഒന്ന് യോവൂണിനോടും ഒന്ന് അപ്പുറത്ത് നിന്ന പ്രൊഫസർമാരോടും. നിനക്കറിയോ ഈ മാനുവൽസൊക്കെ എത്ര പ്രിഷ്യസ് ആണെന്നുള്ളത്? ഇപ്പം എന്തായാലും അവർ ആ മാനുവൽസിൻ്റെ കാര്യത്തിൽ ഡിസ്ട്രാക്റ്റഡായി നിൽക്കുക. ഇതാണ് എനിക്ക് പറ്റിയ ചാൻസ്. മറ്റൊരാളും ഡിമോണിക് ലോഡിൻ്റെ സോഡായിട്ട് പഠിക്കാനുള്ള ചാൻസ് ഒഴിവാക്കണം. അതിപ്പോൾ മില്യണിൽ ഒരാളാണെങ്കിൽ പോലും. വാർഡൻ ചിയോൺ, ഇപ്പോൾ ഈ ലൈബ്രറിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ബ്രൗസ് ചെയ്തോളൂ. ഓ താങ്ക് യു. ആദ്യം യോവൂണ് സ്കാൻ ചെയ്തത് 6 സെക്റ്റിനെ കുറിച്ചുള്ള മാർഷൽ ആർട്സ് മാനുവൽസ് ആയിരുന്നു. അങ്ങനെ ഓരോ സെക്റ്റിൻ്റെയും ഓരോ സ്പെഷ്യലായിട്ടുള്ള ടെക്നിക്ക് യോവൂണ് പഠിച്ചെടുത്തു. ഓരോ സെക്റ്റിൻ്റെയും പവർഫുള്ളായിട്ടുള്ള ടെക്നിക്ക് ഇതൊന്നുമല്ല. പക്ഷേ ഒരു കാര്യം ക്ലിയറാണ്, അവർക്കാണ് ഈ കൾട്ടത്തെ ഹൈലി റാങ്ക്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഉള്ളത്. ക്രിംസൺ ഫയർ സോഡ് ആർട്ട് അല്ലേ? ഇത് സർ ലീയുടെ മാർഷൽ ആർട്ടാവും. ഈ ടെക്നിക്കിൻ്റെ നെയിം അദ്ദേഹത്തിന് സ്യൂട്ടാവുണ്ട്. സ്റ്റെപ്പ് ഓഫ് ദ വിൻഡ് ഗോഡോ? ഈ മാനുവലിൽ കോമ്പാറ്റ് ആർട്ടിനേക്കാളും അജിലിറ്റി ടെക്നിക്കാണുള്ളത്. ആ ഇതെന്തായാലും എനിക്ക് പെർഫെക്റ്റാ. എനിക്കെന്തായാലും പ്രത്യേകിച്ചൊരു അജിലിറ്റി ടെക്നിക്കൊന്നും ഇല്ലല്ലോ. ലൈബ്രറിക്ക് ഈ മൂവ്മെൻറ്റ് ടെക്നിക്കൊക്കെ ആരാന്നാവോ ഡൊണേറ്റ് ചെയ്തത്? ഞാനോ ഇതൊക്കെ സ്കാൻ ചെയ്യേ? ഓക്കെ. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് രാത്രി 8 മണി, യോവൂണിൻ്റെ പ്രൈവറ്റ് ഡോർമെറ്ററി. മൈലോഡ്, 5th എക്സാമിനേഷൻ പാസ്സായതിന് കൺഗ്രാജുലേഷൻസ്. നിങ്ങളത് കേട്ടിരുന്നോ മൈലോഡ്? എനിക്കുറപ്പുണ്ട് നിങ്ങളും അത് കേട്ടില്ലേ. കമോൺ, ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഇവിടെ സംസാരിക്കല്ലേ. അങ്ങനത്തെ ഒരു മോൺസ്റ്ററൊന്നും ഈ ലോകത്തുണ്ടാവാൻ ഒരു സാധ്യതയില്ല. സംഘം ആകെ പേടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ ഇങ്ങനെ എന്തിനേലും കണ്ട് പേടിച്ചിരിക്കുന്നുള്ളത്. നിൻ്റെ ഈ സൈസിൽ മോൺസ്റ്റേഴ്സ് നിന്നെ കണ്ടിട്ടാവും പേടിക്കുക. അത് പറഞ്ഞ് തീർക്കാൻ സമ്മതിച്ചില്ല. അതിന് മുന്നേ സംഘം നേരെ കയറിയിട്ട് അവിടെ ഇടിച്ചു. സിമിലറായിട്ടുള്ള ഒന്നിനെ ഞാൻ കണ്ടു എന്ന് ഞാൻ ഇപ്പോൾ അവരോട് എന്തായാലും പറയണില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള പ്രോബ്ലത്തിന് കാരണമാവും. വാങ്യൂലാണെങ്കിൽ അപ്പോഴും സംഘം ക്യൂട്ടാണല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുക. ഞാൻ നിങ്ങളെല്ലാവരോടും ഇന്നിവിടെ ഒരുമിച്ച് കൂടാൻ പറഞ്ഞതിനുള്ള കാരണം ഇതാണ്. ഒരു വൃത്തിയായിട്ട സ്മെല്ല്. മൈലോഡ് എന്താണിത്? ഇത് ഇമോഗി സർപ്പനിൻ്റെ ബ്ലഡാണെന്ന് അവരോട് വിശദീകരിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാവും. സീൽഡ് ഡിമോണിക് ചാമ്പറിൽ ഒരു തെറ്റായ വഴിയിലൂടെ പോരുമ്പോൾ കിട്ടിയതാണ് എനിക്കത്. സീൽഡ് ഡിമോണിക് ചാമ്പറിലോ? നിങ്ങളെന്തിനാണ് ഇത് ഇവിടേക്ക് എടുത്തുകൊണ്ട് വന്ന്? നിങ്ങളെല്ലാവരും ഇത് കുടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അതിനു വേണ്ടി എടുത്തുകൊണ്ട് വന്നതാ. അത് കേട്ടപ്പോഴത്തേനും എല്ലാവരും ഞെട്ടി. എന്ത്? ഞാൻ ആക്സിഡൻ്റലി ഇതൊന്ന് കുറച്ച് കുടിച്ചിരുന്നു. അതാണെങ്കിൽ അവസാനം എൻ്റെ മെറിഡിയൻ ചാനൽസിനൊക്കെ ക്ലെൻസ് ചെയ്യുകയാണ് ചെയ്തത്. അതുമാത്രമല്ല എൻ്റെ എനർജിനൊക്കെ ഫ്ലോ ചെയ്യാനത് സഹായിക്കുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു ഇത് ഞാൻ ഒറ്റയ്ക്ക് കുടിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമെന്ന്. അപ്പം ഞാനിത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. എനിക്കറിയില്ല ഇതെന്താണെന്ന്. ഇല്ല, ഞാനൊരിക്കലും ഈ സാധനം കുടിക്കൂല. നമ്മുടെ ലോഡ് ഇത് നമ്മളെക്കുറിച്ച് ആലോചിച്ച് കൊണ്ടുവന്നതാണ്. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്യണത്? എന്തായാലും ഇത് ഫസ്റ്റ് ഞാൻ തന്നെ കുടിച്ചേക്കാം. ശരിക്കും പറഞ്ഞാൽ ഹിയോബോങ്ങാണ് ശരിയായ ഫോളോവർ. എല്ലാവരും മാറി നിൽക്ക്, ഈ സ്മെല്ലൊന്നും എന്നെ തടയൂല. താങ്ക് യു മൈലോഡ്. അവനത് കുടിക്കാൻ തുടങ്ങി. ആ ഇത്രയേ ഉള്ളൂ. ഇത് അത്ര ബാഡായിട്ടൊന്നുമല്ല. പെട്ടെന്ന് നോക്കുമ്പോൾ ഹിയോബോങ്ങിൻ്റെ ഫേസ് ഇങ്ങനെ മാറാൻ തുടങ്ങി. പിന്നെ നോക്കുമ്പോൾ അവന് കഴുത്തിൽ കയ്യും വെച്ച് അവിടെ കിടന്ന് ആകെ ഉരുണ്ട് മറിയായിരുന്നു. ഇത് ഞങ്ങൾക്ക് നല്ലതായിരിക്കുമോ? പിന്നെ കാണിക്കുന്നത് അല്പസമയത്തിന് ശേഷമാണ്. മൈലോഡ്, ഇത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി റിഫ്രഷ്ഡ് ആയ പോലെ തോന്നുന്നുണ്ട്. അതുമാത്രമല്ല എൻ്റെ എനർജി ഇപ്പോൾ ഫാസ്റ്റായിട്ട് തന്നെ ഫ്ലോ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ. ഇനി നമ്മളും അത് കുടിക്കണോ? യോവൂണിൻ്റെ ബാക്കിയുള്ള ഫോളോവേഴ്സൊക്കെ അവരുടെ കണ്ണുകൊണ്ട് തന്നെ കണ്ടതാണ് ആ ലിക്വിഡിൻ്റെ എഫക്റ്റൊക്കെ. അവസാനം വരെ സംഗ്വ അത് കുടിക്കാൻ റെഫ്യൂസ് ചെയ്തു. ഗ്യൂ ആണെങ്കിൽ അവളുടെ മാസ്കിനെ കുറിച്ച് ആലോചിച്ച് കുടിച്ചില്ല. ബാക്കിയുള്ള എല്ലാവരും അത് കുടിച്ചു.
പിന്നെ നമ്മളെ കാണിക്കുന്നത് അക്കാഡമിയത്തെ നോർത്തേൺ ഫോർജാണ്. അവിടെ ആ ബ്ലാക്ക് സ്മിത്ത് ആണെങ്കിൽ യോവണ് കൊണ്ടുവന്ന് കൊടുത്ത ഹോണ് അദ്ദേഹത്തിൻ്റെ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യാൻ നോക്കിയിരുന്നു. നോക്കുമ്പോൾ ആ ബ്ലേഡ് മുറിഞ്ഞു പോയി. ഈ ഹോണിനാണെങ്കിൽ ഒരു സ്ക്രാച്ച് പോലും വേണില്ല. വാർഡൻ ചിയോൺ, ഇത് നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്? ഇപ്പോൾ തൽക്കാലത്തിന് എനിക്കത് പറയാൻ കഴിയില്ല. ഓ, എനിക്ക് മനസ്സിലായി. ശരി, എന്തായാലും അത് പ്രശ്നമല്ല. ഇങ്ങനത്തെ ഒരു നല്ല മെറ്റീരിയൽ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഗ്രേറ്റസ്റ്റ് വെപ്പൺ തന്നെ ഉണ്ടാക്കി തരാം. നിങ്ങൾക്ക് ഇത് വെച്ച് എനിക്കൊരു സേബർ ഉണ്ടാക്കി തരാൻ സാധിക്കുമോ? യെസ്, അതുപോലെ തന്നെ വാർഡൻ ചിയോൺ, നിങ്ങൾക്കിപ്പോൾ ഫ്രോസ്തറോണും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അത് വെച്ച് നിങ്ങൾക്ക് സോഡ് ഉണ്ടാക്കണോ? നിങ്ങളല്ലേ പറഞ്ഞ് എനിക്ക് ഒരു വെപ്പണേ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അത് ക്യാപ്റ്റന്മാർക്കാണ്. വാർഡന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും വെപ്പൺ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രോസ്റ്ററോണിനൊരു ലിമിറ്റുണ്ട്. പക്ഷേ നിങ്ങൾ ഇതുപോലെ സ്വയം മെറ്റീരിയൽസ് കൊണ്ടുവരികയാണെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സോഡും വേണം. പെർഫെക്റ്റ്. എനിക്ക് ബ്ലാക്ക് സോഡ് ഹൈഡ് ചെയ്യണം. ഇതിൽ എന്തിനാണ് ഡിമോണിക് ലോഡിൻ്റെ സോഡെന്ന് എഴുതി വെച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഞാനൊരു സോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്തായാലും ബെസ്റ്റായിരിക്കും. ഈ മെറ്റീരിയൽസൊക്കെ ഹൈ ക്വാളിറ്റിയിലുള്ളതായതുകൊണ്ട് തന്നെ ഓരോ വെപ്പൺസ് ഉണ്ടാക്കാനും 1 മാസം സമയമെടുക്കും. എന്ത്, 2 മാസമോ? അങ്ങനെയാണെങ്കിൽ എനിക്കാദ്യം സേബർ മതി. പിന്നെ നമ്മളെ കാണിക്കുന്നത് അക്കാഡമി ഡെപ്യൂട്ടി ഓഫീസാണ്. വാർഡൻ ചിയോൺ, നിങ്ങൾക്ക് ഉറപ്പാണോ നിങ്ങളിതിന് ഓക്കെ ആണെന്ന്? യെസ് സാർ. ഇത് ധൈര്യമായിട്ട് ഇരിക്കണതിനും അപ്പുറമാണ്. അവൻ വെറുതെ റെക്ലെസ് ആവുകയാണ്. ഈ ഡിമോണിക് കൾട്ടത്തെ ഫസ്റ്റ് എൽഡറും ഷാഡോ സെക്റ്റിൻ്റെ ചീഫുമാണ് ജിൻവോൺമു. അദ്ദേഹം അൾട്ടിമേറ്റ് ജനസിസ് മാസ്റ്റർ ലെവൽക്ക് കുറേ കാലം മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട്. പാട്രിയാർക്കിൻ്റെ ഹെഡ് റോയൽ ബോഡി ഗാർഡായ റാഗിയോ മായക്കാടിലും സ്ട്രെങ്ത്താണ് അദ്ദേഹത്തിന്. അദ്ദേഹം ഈ കൾട്ടത്തെ സെക്കൻഡ് ഓർ തേർഡ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആളാണ്. കണ്ടിട്ട് അവൻ ഈ 6 സെക്റ്റത്തെ ഹെഡിനെയാണ് ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ പോണതെന്ന് തോന്നുന്നു. പക്ഷേ വാർഡൻ ചിയോണാണെങ്കിൽ ഇപ്പോൾ കുറച്ച് മുമ്പാണ് ജനസിസ് മാസ്റ്റർ ലെവലിൽ എത്തിയത്. അദ്ദേഹത്തിന് ഒരിക്കലും അവന് ഈസി ആയിട്ട് തോൽപ്പിക്കാൻ കഴിയില്ല. എനിക്കുറപ്പാണ് അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹം കൂടുതൽ സ്ട്രോങ് ആയി മാറിയിട്ടുണ്ടാവും. എന്തായാലും ഞാൻ ഷാഡോ സെക്റ്റിന് ഒഫീഷ്യൽ റിക്വസ്റ്റ് അയക്കാം. കണ്ടിട്ട് എല്ലാവർക്കും എല്ലാം സ്മൂത്തായിട്ട് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് ആണെങ്കിൽ അതത്ര ഈസി ആക്കണ്ടെന്നാണ് തീരുമാനിച്ച്. യോവൺ 6th എക്സാമിനേഷന് വേണ്ടിയുള്ള റിക്വസ്റ്റ് അയച്ച് 10 ദിവസത്തിന് ശേഷം, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് 10,000 മലനിരകളിലെ ഡിമോണിക് കൾട്ടിൻ്റെ പാലസ് എൻവോയ് ഓഫ് മൊരിയമ സന്ദർശിക്കാൻ വന്നത്. ഈ സംഭവം തന്നെ കൾട്ടിൽ വലിയൊരു പ്രകമ്പനം സൃഷ്ടിച്ചു. പക്ഷേ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് സെപ്പറേറ്റായി അക്കാഡമിയിൽ കഴിയുന്ന യോവണിന് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ കാണിക്കുന്നത് 6th എക്സാമിനേഷന് 7 ദിവസം മുമ്പാണ്. ഞങ്ങൾ എത്തിയല്ലേ വാർഡൻ ചിയോൺ? എന്താണ് സാർ, എന്തോ അർജൻറ്റാണെന്ന് പറഞ്ഞു. എന്തെങ്കിലും കാര്യമുണ്ടോ? എന്നോട് ക്ഷമിക്കണം വാർഡൻ ചിയോൺ. 6th എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഓപ്പോണൻറ്റിനെ ഞാൻ മാറ്റാൻ പോവുകയാണ്. അതെന്ത് പറ്റി? ഫസ്റ്റ് എൽഡറിൻ്റെ മനസ്സ് മാറിയോ? അല്ല, അത് അങ്ങനെയല്ല. നോക്കുമ്പോൾ സർ ലീ അദ്ദേഹത്തിൻ്റെ റോ എനർജി കൊണ്ട് ആ റൂം പെട്ടെന്ന് കവർ ചെയ്തു. അദ്ദേഹം ഔട്ട്സൈഡിൽ നിന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റൂമിൽ അദ്ദേഹത്തിൻ്റെ റോ എനർജി വെച്ച് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആവും. ഇത് ഡിമോണിക്കളുടെ ഒരു ഇമ്പോർട്ടൻ്റ് മാറ്ററാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് എല്ലാ ഡീറ്റെയിൽസും എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല. എങ്കിലും 9th 10th 11th ആൻഡ് 12th എൽഡേഴ്സ് മാത്രമേ ഇവിടെ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ളൂ. കോപ്പ്. അപ്പോൾ എല്ലാ ഹൈ റാങ്കിങ് എൽഡേഴ്സും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ അതിനർത്ഥം എനിക്ക് 6 സെക്റ്റത്തെ ഒരു ലീഡർമാരുടെ ഒപ്പം ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണോ? എനിക്കിത് സജസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ റീസെൻ്റ്ലി എൽഡേഴ്സിൻ്റെ പൊസിഷനിൽ ഒരു ചേഞ്ച് നടത്തിയിട്ടുണ്ട്. പോയിസൺ സെക്റ്റത്തെ ചീഫ് ബേക്ക് 12th എൽഡറായിട്ട് ഡിമോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് ബെസ്റ്റ് തിങ്ങിൽ സെറ്റിലാവേണ്ടി വരുന്നതാണ്. അപ്പോൾ തൽക്കാലത്തിന് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് പോയിസൺ സെക്റ്റിൻ്റെ ഹെഡ് ചീഫ് ബേക്ക് യോവോണിൻ്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുമോ അതോ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളത്.
അടുത്ത എന്തായാലും ഒരു കിടില എപ്പിസോഡാണെന്ന് ഞാൻ അപ്പം തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ശരി, അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെക്കും ബൈ ബൈ.